നെയ്ച്ചോറും മട്ടൻ കറിയും ഒരു അടാറ് കോമ്പിനേഷനാണല്ലേ. ഒരൊറ്റ കുക്കർ വെച്ചിട്ട് ഈസി ആയിട്ടുള്ളൊരു മട്ടൻ കറിയുടെ റെസിപ്പി പറഞ്ഞു തന്നാലോ? അപ്പോൾ വായോ. അപ്പോൾ ഒരു കുക്കർ എടുക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക, ഹോൾ സ്പൈസസ് ചേർക്കാം. 2 വലിയ സവോളയാണ് ചേർക്കണത്, 2 വലിയ തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരുംജീരകം, ഇതിൻ്റെ പേസ്റ്റാണ് കേട്ടോ ഇത്, അതും ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും. 2 വിസിൽ. ഇനി വിസിലൊക്കെ പോയതിന് ശേഷം നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന മട്ടൻ ചേർക്കാം. എന്നിട്ട് ഇത് തുറന്ന് അങ്ങോട്ട് വേവിക്കണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് തുറന്ന് വേവിക്കണം. പിന്നെ നമ്മുടെ മസാലപ്പൊടികൾ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇതും ചേർക്കാം. പിന്നെ ആവശ്യമുള്ളത് നാളികേരപ്പാലാണ്. കോക്കനട്ട് മിൽക്ക് തികച്ചും ഓപ്ഷണലാണ്. പിന്നെ ഇദ്ദേഹത്തെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ലല്ലോ, കറിവേപ്പിൻ്റെ ഇല. ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് കുക്കർ അടച്ച് ഒരു 8-9 വിസിൽ. എനിക്ക് 8 വിസിൽ ധാരാളമായിരുന്നു. നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഗ്രേറ്റഡ് ക്യാരറ്റ്സും ഫ്രൈഡ് ഓണിയൻസും കാഷ്യൂ നട്ട്സും ഇടുന്നുണ്ട്. പിന്നെ നെയ്ച്ചോറല്ലേ, നെയ്യ് ചേർക്കാണ്ട് പറ്റില്ലല്ലോ. കുറച്ച് മല്ലിയിലൊക്കെ ചേർത്ത് ഇളക്കി നല്ല പാകമാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇതാ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറായിട്ടുള്ള മട്ടൻ കറി ഔട്ടോ കിട്ടുക. ആഡംബരത്തിന് കുറച്ച് മല്ലിയിലൊക്കെ ചേർക്കാം. അപ്പോൾ ഈസി അല്ലേ ഉണ്ടാക്കാൻ. ഒരു കുക്കറും 8-9 വിസലും ധാരാളം മതി.